50 ദിവസങ്ങളും 54 ചാപ്റ്റേഴ്സുമാണ് നമുക്കിനി തീർക്കാനുള്ളത്. മക്കളെ, മോഡൽ എക്സാമിന് നിങ്ങൾ ഇനി ദിവസങ്ങൾ എണ്ണി തുടങ്ങിയാൽ അത് വെറും 50 ദിവസങ്ങളുള്ളൂ. പബ്ലിക് എക്സാമിന് അത് ഭയങ്കര വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഏതാണ്ട് 10 ദിവസം എക്സ്ട്രാ നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. അതിന് കണക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ 54 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് പബ്ലിക് എക്സാമിന്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ 54 ചാപ്റ്റേഴ്സിന് നിങ്ങൾ എത്ര പഠിച്ച് തീർത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് 5 ആവാം, ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ 20 ആവാം, വാട്ടെവർ. ഈ 54 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് സോഷ്യൽ ഇത്ര ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ബാക്കിയുള്ള ലാംഗ്വേജസ് ഞാൻ അതിൽ കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓണസ്റ്റ്ലി പഠിച്ച് തീർത്തു എന്നുള്ളതായിരിക്കും കമൻറ്റ് ചെയ്യുക. ഇത് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് വെറുതെ കമൻറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കമൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ടുമല്ല. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേരുണ്ടാവും 3 ചാപ്റ്റർ 5 ചാപ്റ്റർ 1 ചാപ്റ്ററൊക്കെ തീർത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് സമാധാനം തോന്നും. ചിലവരുണ്ടാവും ഇതിന് 40 ചാപ്റ്റർ തീർത്ത്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ച് പേടി തോന്നും. പക്ഷെ അത് ഒന്നും തോന്നിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ ഒരു മനസ്സിലാക്കണം എന്താണ് ഓരോ ആൾക്കാരുടെ സ്ഥിതി. മനസ്സിലാക്കുന്നതിനുപരി നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് ഈ 54 ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ തീർക്കണം. കാരണം ഇത് നിങ്ങൾ പബ്ലിക് എക്സാമിന് മുൻപല്ല, മോഡൽ എക്സാമിന് മുൻപ് തന്നെ നിങ്ങൾ തീർത്തില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫുൾ A+ ഇല്ലേ, അത് നിങ്ങൾക്ക് കിട്ടില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ അപ്പം എക്സാമിനറിൻ്റെ മാരത്തോൺ ക്ലാസ് അപ്പം ഭയങ്കര മക്കളെ, ഈ മാരത്തോൺ ക്ലാസ് മാത്രം പഠിച്ച് ഫുൾ A+ കിട്ടുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ മുൻപ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു ചാപ്റ്ററും ഒന്നും അറിയാതെ നിങ്ങൾ വന്നിട്ട് ഒരു 2 മാരത്തോൺ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഫുൾ A+ എല്ലാവരും കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷങ്ങളൊക്കെ എന്താണ് എക്സാമിനറിൻ്റെ 90% കുട്ടികൾക്കും ഫുൾ A+ കിട്ടിയാനെ. കിട്ടിയിട്ടില്ല, അതാണ് റിയാലിറ്റി. എക്സാമിനറിൻ്റെ എന്നല്ല, ഈ കേരളത്തിലെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെയും ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെയും 90% ഒരു 95% കുട്ടികൾക്ക് അങ്ങനെ കിട്ടില്ല. ഇനി അത് കിട്ടിയപ്പോഴാണ് ഒബ്വിയസ്ലി അതിന് മുൻപ് അവരെന്താണ് ഈ 54 ചാപ്റ്റർ അവരുടെ രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കി, അവരുടെ രീതിയിൽ പഠിച്ച് സെറ്റായി വന്ന് ആ മാരത്തോൺ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ചോദ്യങ്ങളും ആ മാരത്തോൺ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അതും കൂടി ചെയ്തിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറി പോകുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് ഫുൾ A+ കിട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടി എന്ന് മാത്രമല്ല, ഫുൾ കോൺഫിഡൻസോടെ എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുന്നുള്ള ഒരു സന്തോഷത്തോടെ, ഒരു കോൺഫിഡൻസോടെ, ആ കോൺഫിഡൻസോടെ പരീക്ഷാ ഹാളിൽ കയറി നിന്നിട്ട് പരീക്ഷനെ നേരിടാൻ പറ്റും. അതാണ് ഡിഫറൻസ്. സംഭവം മനസ്സിലായി? അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രീതിയിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ആ മാരത്തോൺ ലൈവിലേക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാൻ. ഒന്നും അറിയാണ്ട് നിങ്ങൾ കയറി വന്നോ, ഒരു കുഴപ്പമില്ല, നിങ്ങളന്ന് പഠിപ്പിക്കും. എക്സാമിനർ അന്നും പറയും ഒന്നും പഠിക്കാത്തവരും കയറി വന്നോളൂ, നിങ്ങളെ ഫുൾ സാധനം പഠിപ്പിച്ചു തരാമെന്ന് പറയും. പക്ഷേ റിയാലിറ്റി എന്താണ്? ഫുൾ സാധനം പഠിപ്പിച്ചു തരുകയും ചെയ്യും. അതൊന്നും ഒരു സംശയമില്ല. ഒന്നും അറിയാത്ത കുട്ടിക്കും ഫുൾ സാധനം വീണ്ടും പഠിപ്പിച്ചു തരാനുള്ള ടീച്ചേഴ്സ് ഇവിടെയുണ്ട്, എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ പ്രശ്നം എന്താണ് മക്കളെ? നിങ്ങൾ ആ ഒരു പഠനം വെച്ചിട്ട് ഫുൾ A+ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നടക്കണമെന്നില്ല. ആ ഒരു പഠനം വെച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ തോൽക്കാൻ പോകുന്നൊരു കുട്ടി ഈസി ആയിട്ട് പാസ്സായി പോരും. ചിലപ്പം ഒരു C ഗ്രേഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടി, അല്ലെ C ഗ്രേഡ് കിട്ടാൻ പോകുന്നൊരു കുട്ടിക്ക് ചിലപ്പോൾ B+ അല്ലെ A ഗ്രേഡൊക്കെ ആയി മാറാം. പക്ഷെ ഫുൾ A+ എന്നുള്ളൊരു ആഗ്രഹം നടക്കുമോ? റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് എക്സാമിനർ വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ, ആര് വിചാരിച്ചാലും അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. സംഭവം മനസ്സിലായി? റിയാലിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ മുൻപിലുള്ള ഈ 50 ദിവസം 54 ചാപ്റ്ററൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളാരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ മക്കളെ, 10ാം ക്ലാസ്സിലെത്തി നമ്മൾ, ഇനിയെങ്കിലും നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കി പഠിക്കണം. വെറുതെ ഞാൻ നിങ്ങളെ കുറേ മോട്ടിവേഷൻ തന്നുകൊണ്ടോ 10ാം ക്ലാസ്സിൽ A+ കിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കും ഇത് നടക്കും അതൊക്കെ ഞാൻ പറയും നിങ്ങൾക്ക്. പക്ഷേ ഈ വീഡിയോയിലല്ല. അതൊക്കെ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ റിയാലിറ്റി മാത്രം ഫാക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ 50 ദിവസമുള്ളൂ മോഡൽ എക്സാമിന് വേണ്ടി. മോഡൽ എക്സാം നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെയുള്ള 10 ദിവസം എന്താണ് പബ്ലിക് എക്സാമിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള റിവിഷനും കാര്യങ്ങളും ചെയ്യാനേ പറ്റുള്ളൂ. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിച്ച് ബൈഹാർട്ട് ആക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് ആക്കുക. മാത്സ് പോലത്തെ മാത്സും ഫിസിക്സും കെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സ് ആണ്, അതിൽ പ്രോബ്ലംസ് ഒക്കെ ഫോക്കസ് ചെയ്യുക. അതിലും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് ആക്കുക. അത് ആക്കാനുള്ള സമയമാണ് 10 ദിവസം. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് പുതിയ ചാപ്റ്റർ സോഷ്യൽ ആണെങ്കിൽ പോലും പഠിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ പഠിക്കാൻ പറ്റുന്ന സമയത്താണ് ഇത് മാത്രമാണ്. മോഡൽ എക്സാമിൻ്റെ ഇടയിൽ കൂടെ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പറ്റും, അതും പറ്റില്ല. അപ്പോൾ 50 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 50 ദിവസങ്ങളിൽ മോഡൽ എക്സാമിന് മുൻപുള്ള 5 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ച് റിവേഴ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസങ്ങളുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഈ 45 ദിവസം കൊണ്ട് പഠിച്ചാൽ സാർ ഫുൾ A+ കിട്ടുമോ? പഠിച്ചാൽ ഫുൾ A+ കിട്ടും. വീണ്ടും ഓർത്ത് വെച്ചാൽ പഠിച്ചാൽ ഫുൾ A+ കിട്ടും. സാർ എത്ര പഠിച്ചാൽ ഫുൾ A+ കിട്ടും? മിനിമം എല്ലാ ദിവസവും ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും പഠിച്ചാൽ ഫുൾ A+ കിട്ടും. പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല.
ഇത്രയുള്ള സംഭവം. സാർ എങ്ങനെയാണ് ഈ 50 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഞാൻ 3 മണിക്കൂർ പഠിക്കേണ്ടത്? ഇതിന് 2 വഴികളുണ്ട്. എക്സാമിനറിൻ്റെ ബാച്ച് പ്രൊമോഷനാണ് നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം. എങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ ദിവസങ്ങൾ പഠിച്ച് സംഭവം തീർക്കാം. ഇനി നിങ്ങൾ ആലോചിക്കും, സാർ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ലേ? പറ്റും. അതും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൽ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാണ്ട് ഒരു ട്യൂഷനും പോകാണ്ട് ഈ A++ എങ്ങനെ വാങ്ങിച്ചെടുക്കുക എന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. സാർ അങ്ങനെ വാങ്ങിച്ചവരുണ്ടോ? ഇഷ്ടംപോലെ കുട്ടികൾ ഓരോ വർഷവും A+ വാങ്ങുന്നത് ട്യൂഷന് പോകാതെ തന്നെയാണ്. മെജോറിറ്റി കുട്ടികൾ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നല്ലൊരു ശതമാനം കുട്ടികൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അത് ആരാണ് അങ്ങനെ വാങ്ങിക്കുന്നുള്ള കാര്യം ഞാൻ പൊതുവെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാമെന്ന് പറഞ്ഞുതരാം. പക്ഷേ അതിന് മുൻപ് ആദ്യം ഇതിൽ ഈ റിവിഷൻ ബാച്ച്, നിങ്ങൾക്കറിയാം SLC റിവിഷൻ ബാച്ചുണ്ട്, SLC ലക്ഷ്യ ബാച്ചുണ്ട്. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്താൽ റിവിഷൻ ബാച്ച് ഫ്രീ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൂടാതെ ഇനിയുള്ള ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നറിയാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഫുള്ളായിട്ട് ഇനി പഠിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് പഠിക്കാം. റിവിഷൻ ബാച്ചും അതിൽ ഫ്രീ ആയിരിക്കും. ജനുവരി 15 നമ്മൾ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിവിഷൻ ബാച്ചും ഫ്രീ ആയിരിക്കും. ഇനിയുള്ള ചാപ്റ്റേഴ്സും അതിൽ ഫ്രീ ആയിരിക്കും ലക്ഷ്യ ബാച്ചിൽ. ഈ റിവിഷൻ ബാച്ച് മാത്രമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് എന്താണ് ഗുണം? ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ല മെയിൻ ഗുണം. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഈ 50 ഡേയ്സ്, ഈ 50 ഡേയ്സിൽ നിങ്ങൾ ഓരോ ദിവസവും, കാരണം ജനുവരി 15 ആകുമ്പോഴത്തേക്കും പിന്നെ 50 ഡേയ്സ് ഉണ്ടാവില്ല, ഈ കുറേ ദിവസം കുറയും, ഒരു 15ഓളം ദിവസം കുറയും അല്ലേ, 35 ദിവസങ്ങളുണ്ടാവുള്ളൂ. ഓക്കെ, ആ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫുള്ള് പഠിച്ച് തീർക്കാനുള്ള കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സിലബസ് നിങ്ങൾ തീർക്കും. എന്ന് മാത്രമല്ല, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ കാണാൻ പോകുന്ന, നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്ന എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം ഏതാണ്ട് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇനി ഏതാണ്ട് ചോദ്യങ്ങൾ വരുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന തിയറി വെച്ച് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ചോദ്യങ്ങൾ വരില്ല. ആ തിയറി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. അതുകൂടാതെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വായിച്ചാൽ മനസ്സിലാവും. ഓരോ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ് കൂടാതെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ഉണ്ടാവും. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ, മോഡൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ടേം എക്സാമിൽ വന്ന ഡിസംബർ പരീക്ഷയിലും അതുപോലെ ഓണപ്പരീക്ഷയിലൊക്കെ വന്ന ചോദ്യങ്ങൾ, എല്ലാ വർഷത്തിൻ്റെയും കഴിഞ്ഞ എല്ലാ ഇമ്പോർട്ടൻറ്റ് വർഷങ്ങളുടെയും എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ ഫീസ് വാങ്ങുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഇത്രയും കാര്യങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ തരുമ്പോൾ. ഇതുകൂടാതെ ലാംഗ്വേജസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ഫുൾ ലെങ്ത് ക്ലാസ്സും ഉണ്ടാവും. കാര്യം മനസ്സിലായി? എല്ലാ ലാംഗ്വേജസിൻ്റെ ക്ലാസ്സും ഉണ്ടാവും. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇത്രയും ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവും. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണെന്ന് നമ്മൾ പറയും. നിങ്ങൾക്കും ഇത് അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ബാച്ചിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നിങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിൾ, അത് നിങ്ങൾ കുറേ ആലോചിക്കേണ്ട, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. ഇത് ഗ്യാരണ്ടീഡാണ്. എല്ലാ വർഷവും ഇങ്ങനെ അത് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് A+ കിട്ടിയിട്ടേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടും A+ കിട്ടാത്ത ഒരു കുട്ടീനെ പോലും എനിക്കറിയില്ല. ഈ ബാച്ചിൽ തരുന്ന കൃത്യമായിട്ടുള്ള പ്ലാന്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അത് ഫോളോ ചെയ്തിട്ട് ഫുൾ A+ കിട്ടാത്ത ഒരു കുട്ടീനെ പോലും എനിക്കറിയില്ല. ഫോളോ ചെയ്തില്ല വേറെ കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി. ഇനി സാർ, ഇതിപ്പോൾ എക്സാമിനറുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഞാൻ ജോയിൻ ചെയ്യാണ്ട് എങ്ങനെ അത് കിട്ടും? കാരണം എനിക്ക് എന്തോ കാരണം കൊണ്ടോ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് എക്സാമിനറുടെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? 2 വഴിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാവുന്നുള്ളൂ. സാർ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കും? ആദ്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യ ബാച്ചിൽ, റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു ടൈം ടേബിൾ കൊടുക്കും. ഓരോ ദിവസവും ഇന്ന ചാപ്റ്റർ പഠിക്കണം, ഇന്ന ചാപ്റ്റർ റിവൈസ് ചെയ്യണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കാണണം, എന്നിട്ട് കൃത്യമായ ടൈം ടേബിൾ കൊടുക്കും. ആ ടൈം ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഫെബ്രുവരി ഈ മോഡൽ എക്സാമിന് മുൻപ്, ടൈം ലൈനൊക്കെ നിങ്ങൾക്കറിയാം, ഇതവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപ് നിങ്ങൾ ഏത് ദിവസം വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, ആ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസം ചാപ്റ്റർ, ഓരോ ദിവസം എന്തൊക്കെ പഠിച്ചിട്ടാണ് ഈ സിലബസ് തീർക്കാനുള്ള കാര്യം നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യണം. അത് നിങ്ങളുണ്ടാക്കി. രണ്ടാമത് നിങ്ങൾ ചിന്തിക്കേണ്ട എങ്ങനെ നിങ്ങൾ പഠിക്കുന്നതാണ്. അതിന് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാം, എക്സാമിനറുടെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ ഈ വർഷം സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ ഫ്രീ ക്ലാസ് തരുന്നുണ്ട്. ഫ്രീ ക്ലാസ്സിന് അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്തിട്ടാണ്. ബാച്ചിലുള്ള അത്രത്തോളം കണ്ടന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാപ്റ്റർ തന്നെ, ഓരോ ചാപ്റ്ററിനെ പാർട്ട് വൈസ് ആയി എടുത്ത ലൈവ് ഉണ്ട്, 1 ഷോട്ട് എടുത്ത ലൈവ് ഉണ്ട്, എക്സാമിന് മുൻപുള്ള ദിവസങ്ങളിൽ മാരത്തോണിൽ ചോദ്യങ്ങൾ മാത്രം എടുത്ത ലൈവ് ഉണ്ട്. പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ. അതും
പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡോ, എക്സാമിനറുടെ ഗൈഡ് തന്നെയാണ്, അല്ലാത്ത ഗൈഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ ചോദ്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമോ? കിട്ടും. എഫേർട്ട് കുറച്ച് കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. ബാച്ചിൽ ജോയിൻ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് എന്താണ് റെഡിയായി നിൽക്കുന്നുണ്ട്. അവൻ കുറേ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നോട്ട്സ് തപ്പിപ്പോയിട്ടോ ഗൈഡ് തപ്പിപ്പോയിട്ടോ ഒന്ന് എക്സ്ട്രാ ഗൈഡും കിട്ടും, ക്ലാസ്സും കിട്ടും, ക്ലാസ്സിൻ്റെ നോട്ട്സും കിട്ടും, പ്രീവിയസ് ഇയറിൻ്റെ വീഡിയോ സൊല്യൂഷൻ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതാണ് ബാച്ചിലെ കുട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ്. അതേ സാധനം നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലാസ്സൊക്കെ യൂട്യൂബ് പോയി തപ്പിയെടുക്കുക, സ്വന്തമായിട്ട് നോട്ട്സൊക്കെ റെഡിയാക്കുക. അതുകൂടാതെ ഏതെങ്കിലും ഗൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉള്ള ഗൈഡ് സംഘടിപ്പിക്കുക. ഇതെല്ലാം വെച്ചിട്ട് ടൈം ടേബിളും വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാണ്ടും പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്താണ് ക്ലാസ് കാണാതെ പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. ക്ലാസ്സും വേണം സപ്പോർട്ടിനുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിലെ ക്ലാസ് ഫ്രീ ആയിട്ട് എല്ലാ ക്ലാസ്സും കിടപ്പുണ്ട്. ജസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എക്സാമിനറെന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ക്ലാസ്. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചാൽ, ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചാൽ A+ കിട്ടും, ഗ്യാരണ്ടി. ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. ബാച്ചിൽ ജോയിൻ ചെയ്ത് തരുന്ന ടൈം ടേബിൾ കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാർ ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിക്കണം, മറ്റേ സ്ട്രാറ്റജി ഉപയോഗിക്കണം, ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കേണ്ട. ആ പ്ലാനിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാണാൻ പറയുന്ന വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് അവസാനം എക്സാമിന് മുൻപുള്ള ദിവസങ്ങളിൽ മാരത്തോൺ ലൈവും കൃത്യമായിട്ട് കാണാം. ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ഒരു കാരണവശാലും നിങ്ങളുടെ ഫുൾ A+ നഷ്ടപ്പെടില്ല. ഇന്നേ വരെ അങ്ങനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുമില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ബാച്ചിൽ നിന്ന് എല്ലാ 3 കുട്ടികളിൽ നിന്ന് ഓരോ കുട്ടിക്കും ഫുൾ A+ ചെയ്തത്. ഫുൾ A+ അല്ല, ഫുൾ A+. ആ ഓരോ കുട്ടിയും തന്നെയാണ് ആ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തത്. ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതിനേക്കാളും കുട്ടികൾക്ക് അങ്ങനെ കിട്ടുന്നതാണ്. കാരണം അതിനേക്കാളും വെൽ പ്രിപ്പയർഡാണ് നമ്മുടെ ബാച്ചിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾ. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും കൂടുതൽ കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതൽ ബെറ്റർ ക്വാളിറ്റി കണ്ടന്റും ബെറ്റർ ക്വാണ്ടിറ്റി കണ്ടന്റാണ് ഈ വർഷം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും എക്സ്പെക്ട് ചെയ്യുന്ന അതിനേക്കാളും കൂടുതൽ കുട്ടികൾ ഫുൾ A+ കിട്ടുന്നതാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ പൈസ കൊടുത്ത് ജോയിൻ ചെയ്താൽ പോരാ, പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഇനി ആ പറയുന്ന കാര്യം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മക്കളെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ഒരു വിധത്തിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത്ര ദിവസമുള്ളൂ സാർ ഇങ്ങനെ പഠിക്കും. പക്ഷേ ഒന്നും കൂടി നിങ്ങൾ ആലോചിക്കാൻ ഇത്ര ദിവസം പഠിച്ചാൽ പോരെ, പണി തീർന്നില്ലേ? ഒരു വർഷം പഠിച്ചാൽ ഇനി A+ കിട്ടുന്നല്ല പറയുന്നത്, 50 ദിവസം പഠിച്ചാൽ മതി, പണി തീർന്നു. ഒരു 50 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദിവസങ്ങളുണ്ടാവും നിങ്ങൾ തന്നെ എണ്ണി നോക്ക്. ഓൾറെഡി കുറേ കഴിഞ്ഞു പോയി, കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ. എൻ്റെ കുറേ കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് കുറേ ദിവസങ്ങൾ ഇനി ബാക്കിയുണ്ട്. ആ കുറേ ദിവസങ്ങളിൽ ഒരു 50 ദിവസം നിങ്ങളൊന്ന് വിചാരിച്ചുകൂടെ നിങ്ങൾക്ക് ആ A+ കിട്ടാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി? അതുകൊണ്ട് ഫുൾ A+ കിട്ടിയിട്ട് കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിനെപ്പറ്റിയൊക്കെ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ +1 അഡ്മിഷൻ, +1 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു കോളേജിൽ കയറാനുള്ള ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു കോളേജിൽ കിട്ടിയാൽ തന്നെയല്ലേ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വാങ്ങുന്നവരുണ്ട്, പക്ഷേ അതൊക്കെ റെയർ ആട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. സാർ ഇലോൺ മസ്ക്, എത്ര ഇലോൺ മസ്കുകളുണ്ട്? ഇലോൺ മസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഷുവറായിട്ടുള്ള പാത്ത്, ഏറ്റവും പ്രോബബിലിറ്റി കൂടിയുള്ള പാത്ത് എന്താണ്? നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ പാത്ത് ഉണ്ടാക്കിയെടുക്കാൻ നന്നായിട്ട് പഠിക്കുക തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും ഈസി, ഏറ്റവും ഉറപ്പുള്ള പാത. നിങ്ങളുടെയും നിങ്ങളുടെ പേരൻസിൻ്റെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഒക്കെ ജീവിതം, ലൈഫ് സ്റ്റൈല്, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം, ഏറ്റവും കൂടുതൽ ഷുവറുള്ള പാത ഇത് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല സ്കൂളിൽ പഠിക്കുക, നല്ല കോളേജിൽ കയറുക എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നടത്തിയെടുക്കാൻ ഒരു 50 ദിവസം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താ പറയുക? ഇതിൽ കൂടുതൽ വലിയ മോട്ടിവേഷനെ ഞാൻ എന്താ പറയുക? ഒന്നും പറയാനില്ലെങ്കിൽ. അപ്പോൾ ഈ 50 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും ജോയിൻ ചെയ്യാതെയാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ റെഡി എന്നൊന്നും കമൻറ്റ് ബോക്സിൽ ഇടണമെന്നൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും കമൻറ്റ് ഇടാം, നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്. കമൻറ്റ് ഇടാൻ പറയുന്നത് എന്തിനറിയാം? എനിക്ക് വായിച്ച് ചിരിക്കാനൊന്നുമല്ല, അല്ല എനിക്ക് വായിച്ചിട്ട് പിള്ളേരെല്ലാവരും എൻ്റെ വാക്കുകൾ കേട്ടിട്ട് പഠിക്കാം, അതൊന്നുമല്ല. നിങ്ങളൊരു കമൻറ്റ് ഇടുമ്പം വേറൊരു കുട്ടി അത് കാണും, അവൻ ആലോചിക്കും, എന്നെപ്പോലെ വേറെ ആൾക്കാരുണ്ടല്ലോ, അപ്പം ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ഫാമിലിയാണ് എന്നുള്ളൊരു ഫീലിംഗ് എന്താണ് നിങ്ങൾക്കും വരും വേറെ ആളുടെ കമൻറ്റ് കാണുമ്പോൾ. ശരിയല്ലേ? അപ്പം അതിന് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻറ്റ് ഇടാൻ പറയുന്നത്. അപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നോടല്ല, നിങ്ങളുടെ ഫെല്ലോ സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾക്ക് അറിയുന്നവരോ അറിയാത്തവരോ ഒക്കെ ആയിട്ടുള്ള കുട്ടികളോടായിരിക്കും നിങ്ങൾ അവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ആ കമൻറ്റും കൂടി അങ്ങോട്ട് ഇടാം. പരിപാടി തുടങ്ങുക എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാച്ച് 15-ാം തീയതി തുടങ്ങുകയും ചെയ്യും. 15-ാം തീയതി വരെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യ ബാച്ചിലെ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതും കൂടി ആക്സസ് ചെയ്ത് തുടങ്ങുക.
പണി തുടങ്ങുക. ആരും നിങ്ങളെ ഉന്താനും ഉണ്ടാവില്ല, ആരും നിങ്ങളെ പുഷ് ചെയ്ത് അവിടെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാവില്ല. സ്വയം പുഷ് ചെയ്യണം. കാരണം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ, നിങ്ങളുടെ ഫാമിലിയുടെ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി 50 ദിവസങ്ങൾ മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ മതി. റെഡി ആവാം മക്കളെ. മാത്രം മറ്റൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.